ഓ 2 ദിവസമായിട്ട് എനിക്ക് ഒടുക്കത്തെ പണിയായിരുന്നു. പണിയെടുത്ത് മനുഷ്യനോട് വല്ലാണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇരിക്കുക എന്നുള്ള രീതിയിലായപ്പോഴാണ് ഏട്ടൻ ഫ്രഷ് പനീർ കൊണ്ട് വരുന്നത്. എന്നാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ കയറ്റണ്ടെന്ന് കരുതി. കാരണം ഓൾറെഡി കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രോസൺ ഐറ്റങ്ങളെല്ലാം ഇരിക്കുന്നു. എന്നാൽ പിന്നെ ഇതങ്ങ് പക്കോട ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം തൊട്ടപ്പുറത്തൊരു ചേട്ടനുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ ഒന്നും ആക്കി കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. 2 ദിവസമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു പീരീഡ്സിൻ്റെ. അതുകൊണ്ട് എനിക്ക് വീടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഡെയിലി ക്ലീൻ ചെയ്തില്ലേ വീടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ പിന്നൊരു മഴയും കൂടെ പെയ്തു. നാട്ടിലിപ്പോൾ അടിപൊളി മഴയാണെന്നറിയാം. ഇവിടെ ഒരു ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് 3-4 ദിവസത്തേക്ക് ഭയങ്കര ഹ്യൂമിഡിറ്റി. നമ്മൾ പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ഫീലാണ്. വിയർത്തവിഞ്ഞ് നാറും. അത്രയും പറ്റുന്നില്ല. ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ ചൂട് ഭയങ്കരമായിരിക്കും, UP-യിലെ ചൂടൊന്നും അല്ലെന്ന്. ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ഞാൻ എങ്ങനെ അതിജീവിക്കുമെന്ന് ഓർത്തിട്ട് പേടിക്കുവാണ്. ഇപ്പോഴേ ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ മനുഷ്യനോട് വിയർത്ത് നാറി. പിന്നെ ഇവിടെ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് ഏട്ടനാണെങ്കിൽ ഷൂവൊക്കെ ഇട്ട് ചവട്ടയെല്ലാം കുളമാക്കി. പിന്നെ ചവട്ടയും കട്ടനും എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരുവിധം ഒന്ന് ഇരിക്കാൻ ഓർത്തപ്പോഴാണ് പനീർ കൊണ്ട് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പനീർ വെച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് പനീർ വെച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പനീറിന് വാങ്ങേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കാരണം ടൈം ഒത്തിരി ആയതുകൊണ്ട് യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്യാൻ നിൽക്കാതെ ഫ്രണ്ട് പറഞ്ഞ രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ രീതിയിൽ ഞാൻ പെട്ടെന്ന് ഫ്രഷ് പനീറൊക്കെ വെച്ചിട്ട് അടിപൊളി പനീർ പക്കോടയൊക്കെ ഉണ്ടാക്കുക. കാരണം തൊട്ടപ്പുറത്തൊരു ചേട്ടനുണ്ട്. ചേട്ടൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല, വെജ് മാത്രം. പുള്ളി യാദവാണ്, ഹിന്ദിക്കാരനാണ്, UP-കാരനാണ്. നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണരങ്ങനെ അതേപോലെ. അപ്പം പുള്ളിക്ക് ഞാൻ പനീർ പക്കോട ഇല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വെജ് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ കുറച്ചായാലും വല്ലതും കൊടുത്തിട്ട് എന്നോർത്തിട്ട് ചേട്ടന് വേണ്ടിയിട്ട് പനീർ പക്കോട ഉണ്ടാക്കി. അങ്ങനെ ആ ചേട്ടൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. സഹോദരിയോ അമ്മയോ ഭാര്യയോ ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ ആ പുള്ളിക്കാരന് ചായയും, സമയം രാത്രി 8 മണിയായി കേട്ടോ, പനീർ പക്കോട ആക്കി കൊടുത്ത് വിടുവാണ്.